വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. രാജ്യതലസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക നിയമത്തിനെതിരെ കർഷകരുടെ സമരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരിടവേളയിൽ മാധ്യമങ്ങൾ കർഷക സമരത്തെ മറന്നെങ്കിലും പക്ഷേ കർഷക സമരത്തിന്റെയും കർഷകരുടെയും വീര്യവും ധൈര്യവുമൊന്നും ചോർന്നിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഹരിയാനയിൽ നടന്നത്. പുതിയ കാർഷിക നിയമത്തോടനുബന്ധിച്ച് രാജ്യം ഭരിക്കുന്ന BJPക്കെതിരെ കർഷകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ ഹരിയാനയിൽ BJP ഓഫീസിന്റെ തറക്കല്ല് ഇളക്കി മാറ്റിയിരിക്കുകയാണ് കർഷകർ. ഹരിയാനയിലെ ജജ്ജറിലാണ് സംഭവം. ജജ്ജറിൽ പുതിയ BJP ഓഫീസ് നിർമ്മിക്കാനായി BJP നേതാക്കളെത്തി ഓഫീസിന് തറക്കല്ലിട്ട മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കർഷകർ ആ തറക്കല്ല് എടുത്തു മാറ്റുകയായിരുന്നു. കർഷകരെ പേടിച്ച് BJP പ്രവർത്തകർ നേരത്തെ വന്ന് തറക്കല്ലിടുകയായിരുന്നു. രാവിലെ 10 മണിക്കായിരുന്നു BJP ഓഫീസിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടക്കുമെന്ന് പറഞ്ഞത്. എന്നാൽ കർഷകർ പ്രതിഷേധവുമായി എത്തുമെന്ന് മനസ്സിലാക്കിയതോടെ BJP പ്രവർത്തകർ പറഞ്ഞതിലും 2 മണിക്കൂർ മുമ്പേ എത്തി തറക്കല്ലിടുകയായിരുന്നു. കർഷകർ പ്രതിഷേധവുമായി എത്തിയാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് മനസ്സിലായതോടെയാണ് 10 മണിക്ക് നടക്കേണ്ടിയിരുന്ന ചടങ്ങ് BJP നേതാക്കളെത്തി മണിക്കൂറുകൾക്ക് മുമ്പേ നടത്തിയത്. എന്നാൽ കൃത്യം 10 മണിക്ക് തന്നെ പ്രതിഷേധവുമായി എത്തിയ കർഷകർ പ്രതിഷേധ സൂചകവുമായി തറക്കല്ല് നീക്കം ചെയ്യുകയായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന കർഷകർ കരിങ്കൊടിയുമായി എത്തിയാണ് തറക്കല്ലിട്ടത് എടുത്തു മാറ്റിയത്. BJP സർക്കാരിനെതിരെ ഇവർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. നേരത്തെ ഹരിയാനയിൽ ഭരണപക്ഷമായ BJPയുടെയും JJPയുടെയും പൊതുപരിപാടികൾക്കെതിരെ കർഷകർ പ്രതിഷേധിച്ച് രംഗത്തെത്താറുണ്ടായിരുന്നു. ഹരിയാനയിൽ പലയിടത്തും BJP JJP നേതാക്കൾക്ക് ഗ്രാമങ്ങളിലേക്ക് കടക്കുന്നത് പോലും അവിടുത്തെ ഗ്രാമത്തലവന്മാർ വിലക്കിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കർഷക സമരം ആരംഭിച്ചതോടെ ഹരിയാനയിൽ BJP നേതാക്കൾക്കെല്ലാം എട്ടിന്റെ പണി കിട്ടുകയാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഹരിയാനയിലെ ജജ്ജാറിൽ നടന്ന സംഭവം. നേരത്തെ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകർ സമരം ശക്തമാക്കിയതിനു ശേഷം ഹരിയാനയിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കനത്ത തോൽവി നേരിട്ടിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP JJP സഖ്യത്തിന് പ്രധാന കോർപ്പറേഷനുകളായ അംബാലയും സോണിപത്തുമൊക്കെ അന്ന് നഷ്ടപ്പെട്ടിരുന്നു. കർഷക സമരം വോട്ടർമാരെ സ്വാധീനിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ അരയും തലയും മുറുക്കിയാണ് ഹരിയാനയിൽ BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നിട്ടും കർഷകർ BJPക്ക് എട്ടിന്റെ പണി കൊടുത്തു. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നിയമങ്ങൾക്കെതിരെ ഡൽഹി അതിർത്തികളിൽ നടക്കുന്ന പ്രക്ഷോഭം കൂടുതൽ ശക്തമാകുകയാണ്. വിളവെടുപ്പിനും മറ്റും നാട്ടിലേക്ക് മടങ്ങിയ ആയിരക്കണക്കിന് കർഷകരാണ് പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ കൂട്ടങ്ങളായി ഇപ്പോൾ ഡൽഹിയിലെ സമരഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഡൽഹിയിലേക്ക് നീങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.